മുഖ്യമന്ത്രിയെയും മകളെയും അതുവഴി പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും കരുതാരി തീക്കുന്നതിന് കേരളത്തിലെ അഭിഭാഷക മേലങ്കി കൂടി അണിഞ്ഞ് ഒരു സ്ഥിരം കേസിൻ്റെ വക്താവായിട്ട് മാറുന്ന കുഴൽനാടൻ്റെയും കുഴൽനാടൻ നടത്തിയിട്ടുള്ള കേസിൻ്റെയും ഒരു പ്രത്യേക പതനം ഈ കേരളം കാണുകയുണ്ടായി. കുഴൽനാടൻ്റെ മാത്രം ഒരു പതനമല്ല, കുഴൽനാടനിങ്ങനെ കഴമ്പില്ലാത്ത ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായും മന്ത്രിയുടെ കുടുംബത്തിനെതിരായും വ്യാപകമായിട്ട് സത്യവിരുദ്ധമായി പ്രചരിപ്പിക്കുമ്പോൾ അതിന് നല്ല രീതിയിൽ പ്രചരണം നൽകിയിട്ടുള്ള കേരളത്തിലെ വലിയൊരു മാധ്യമ ശൃംഖല യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനത്തെ കോടതി വിധിയോടെ അവർ കെട്ടിപ്പൊക്കിയ ചില്ലുകൊട്ടാരം അമ്പെ തകർന്ന് വീണിരിക്കുന്നു എന്ന വസ്തുത സ്വാഭാവികമായിട്ടും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് ആ രീതിയിൽ അവർ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുഴൽനാടൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉന്നയിക്കുന്ന ആരോപണം തെറ്റാണ് എന്ന് വന്നാൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന്. ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് മാപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയോ പ്രസ്ഥാനമോ അല്ല ഞങ്ങളുടേത്. പക്ഷേ ഒരു വ്യക്തി ഒരു കള്ള കേസ് കൊടുക്കുമ്പോൾ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടങ്ങളിൽ മുമ്പ് മുതലേ, ഇപ്പോഴും മാത്രമല്ല മുമ്പ് തന്നെ, എക്സ്ലോജിക്കിൻ്റെ ഭാഗമായിട്ട് വാങ്ങിയ 1.72 കോടി ഉറുപ്പികയ്ക്ക് കൃത്യമായി നികുതി അടച്ചതിൻ്റെ റെസീറ്റ് കാണിച്ചാൽ അന്ന് ഞാൻ മാപ്പ് പറയും എന്ന് കുഴൽനാടൻ ആദ്യം പറഞ്ഞതാണ്. അത് കാണിച്ചിട്ടും മാപ്പ് പറയുന്ന പ്രക്രിയയിലേക്ക് കുഴൽനാടൻ മാറിയിട്ടില്ല. ഓരോ കേസ് കൊടുക്കുമ്പോഴും മാധ്യമങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ ഞാൻ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയും എന്നാണ്. അവസാനം നമുക്കെല്ലാം അറിയുന്നത് പോലെ, പകൽ വെളിച്ചം പോലെ മനസ്സിലായ ഒരു കാര്യം, നിരവധി അന്വേഷണവും നിരവധിയായ ചർച്ചകളുമൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ മാധ്യമ ശൃംഖലകൾ ഉൾപ്പെടെ എല്ലാം ഫലപ്രദമായിട്ട്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് അത് രൂക്ഷമായിട്ട് വരിക. കേസിൻ്റെ മേലെയുള്ള എന്തൊക്കെയാണ് കേസിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമെല്ലാം ചർച്ച ചെയ്യുന്നത് ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ്. ഇപ്രാവശ്യം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടും ആ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വേണ്ടി എന്നോടന്നെ ഈ മാധ്യമ പത്രസമ്മേളനങ്ങളുടെ ഭാഗമായിട്ട് ചോദിച്ചിട്ടുണ്ട് പല ഭാഗത്തുനിന്നും. അവിടെ അന്വേഷണം വരികയാണല്ലോ, ഇവിടെ ഇങ്ങനെ അന്വേഷണമാണല്ലോ എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ അന്ന് മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം കള്ള പ്രചാരവേലയാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗമാണ് എന്ന് ഞങ്ങളന്ന് വിശദീകരിച്ചതാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഓരോരോ മേഖലയിൽ ഓരോരോ കേസ് ഓരോ ഘട്ടങ്ങളിലായി കൊടുക്കുക. കീഴ്ക്കോടതിയുടെ സ്വകാര്യ അന്വേഷണത്തിൻ്റെ ഭാഗമായി കമ്പനി നിയമം 210 കമ്പനിയുടെ കാര്യം മാത്രം അന്വേഷിക്കുന്ന ആ ഭാഗമാണ്. ഹൈക്കോടതിയെ അത് സംബന്ധിച്ച് ഉത്തരവ് കിട്ടിയിട്ടുള്ളതാണ്.
ഹൈക്കോടതി നിലവിൽ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ട്. ഈ വിധി നിലനിൽക്കുകയാണ് PC ജോർജും മകനും BJPയിൽ ചേരുന്നത് ഡൽഹിയിൽ പോയിട്ട്. അപ്പോൾ ഡൽഹിയിൽ പോയി BJPയിൽ ചേരുന്നതിൻ്റെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത കമ്പനി നിയമം 212 വ്യക്തിയുടെ കാര്യം കൂടി അന്വേഷിക്കുന്ന വ്യവസ്ഥ, അത് അടിസ്ഥാനപ്പെടുത്തി SFIO അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനി കോർപ്പറേറ്റ് അഫിലിയേഷൻ വകുപ്പിൽ നിന്നും ഉത്തരവുണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനെയൊരു അന്വേഷണം ഒരു ഘട്ടത്തിൽ വലിയ വാദകോലാഹലം, ചില പത്രങ്ങളുടെ ഒന്നാമത്തെ പേജിലെ വേറെ ഒന്നും കൊടുക്കാനാവാത്ത രീതിയിലുള്ള ഹേറ്റിങ്, പണ്ടൊക്കെ തലക്കെട്ട് നമ്മൾ പറയുന്നില്ലേ, ആ തലക്കെട്ടിൽ വാർത്തയായിരുന്നു ഈ SFIO അന്വേഷണം. യഥാർത്ഥത്തിൽ ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരായിട്ടാണ് ഈ ഉത്തരവ് തന്നെ വന്നത്. ഇതോടൊപ്പം മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി ഈ സംഘങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കൊടുക്കുകയും മൂവാറ്റുപുഴ കോടതി അത് തള്ളുകയും ചെയ്തു. തുടർന്ന് കുഴൽനാടൻ തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ, മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ പറയാത്ത ചില കാര്യങ്ങൾ, വലിയ തെളിവ്, ഭയങ്കരമായ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് നൽകുന്ന നിലയുണ്ടായി. ഓരോ കേസ് കൊടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ചുള്ള പത്രസമ്മേളനങ്ങളുണ്ട്. ആ പത്രസമ്മേളനങ്ങളിലെ വാർത്ത കിട്ടിയാൽ ചൂടപ്പം പോലെ അത് രാജ്യത്തെ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള താല്പര്യപൂർവ്വമുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതെല്ലാം കേരളത്തിലുള്ള എല്ലാവർക്കും നല്ലപോലെ അറിയുന്നതാണ്. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഏറ്റവും അവസാനമായി കോടതി വ്യക്തമാക്കി. ഞങ്ങളിത് മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലാതെ ഇതിൽ കഴമ്പില്ല എന്ന് അന്ന് ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. അന്വേഷണം നടത്തട്ടെ എന്ന സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇവിടെ കോടതി തന്നെ വളരെ വ്യക്തമായിട്ട് ചോദിച്ചു. അതായത് CMRൽ നിന്നും പണം പറ്റിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മറ്റുള്ളവരുടെ പേരിൽ ഒരു അന്വേഷണത്തിനും പരാതിക്കാരന്, അതായത് മാത്യു കുഴൽനാടൻ MLAക്ക് താല്പര്യമില്ല. കോടതി തന്നെ പറയാം. 3 പേരെ മാത്രം തിരഞ്ഞുപിടിച്ച് അന്വേഷണം ആവശ്യപ്പെടുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അതാ പറഞ്ഞ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതി തന്നെ നിഗമനത്തിലെത്തുകയാണ്, രാഷ്ട്രീയ പ്രേരിതമാണ്. അതുപോലെ KRIML ഭൂപരിധി നിയമത്തിൽ ഇളവ് അനുവദിക്കപ്പെടണമെന്ന് ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ അപേക്ഷയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഉചിതമായ തീരുമാനമെടുക്കാൻ നിർദ്ദേശിക്കുക മാത്രമേ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ. വിധിന്യായത്തിൽ തന്നെ പറയുകയാണ്, മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുന്ന നിവേദനത്തിൽ എടുക്കുന്ന സാധാരണ നടപടിക്രമം മാത്രമാണ്. ഇതിൽ ഒരു ഗൂഢലക്ഷ്യവും ആരോപിക്കാൻ കഴിയില്ല. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് കോടതി പറയുന്നത് KRIMLന് എന്തെങ്കിലും ഇളവ് നൽകാനുള്ള 2 അവസരങ്ങൾ മുന്നിലുണ്ടായിട്ടും ഇളവ് നൽകുന്ന യാതൊരു തീരുമാനവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പേജ് 24 അസന്നിഗ്ധമായിട്ട് പറയുകയാണ്. ഇക്കാര്യത്തിൽ അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കുക സാധ്യമല്ല. സാധാരണ കൊണ്ട് നിഷേധിച്ചു പോവല്ല, സങ്കല്പിക്കാൻ സാധ്യമല്ല എന്നാണ് കോടതിയുടെ വിധി. ഇത്തരത്തിൽ വ്യക്തമായ കോടതി വിധി ഉണ്ടായിട്ട് അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായ ചർച്ച സംഘടിപ്പിക്കാൻ
കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതിൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ചർച്ചകൾ, ചാനലുകളായാലും മാധ്യമങ്ങളായാലും എല്ലാം കേരളത്തിലെ പ്രതിപക്ഷത്തിന് വേണ്ടി, അത് കോൺഗ്രസും ഉണ്ട്, ബി ജെ പിയും ഉണ്ട്, UDF ഉണ്ട്, BJP ഉണ്ട്, വലതുപക്ഷ മാധ്യമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്ന ഇത്തരം സാഹചര്യങ്ങൾ പിന്നീട് അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ഗൂഢാലോചനയും ചൂണ്ടിക്കാണിക്കാനാവില്ല എന്നും അഴിമതി ഉണ്ടെന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നും കൃത്യതയോടുകൂടി കാര്യം പറഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾക്കാർക്കും ഒരു ചർച്ചയുമില്ല. ചർച്ച നടത്തേണ്ടുന്ന ഒരു വിഷയമായിട്ട് അതാരും പരിഗണിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ കാര്യം കുഴൽനാടനോട് ഞങ്ങൾ പറഞ്ഞത്, കുഴൽനാടൻ ഇങ്ങനെയുള്ളൊരു കേസ് ഒരു വിധി വാങ്ങിയത് നന്നായി. കാരണം ഈ കാപട്യം മുഴുവൻ തുറന്നു കാണിക്കാൻ ഇവിടെ കേന്ദ്ര ഏജൻസി ഉൾപ്പെടെയുള്ള നിരവധി ഏജൻസികളെ വിധി കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതാണ്ട് എന്താണ് എന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ട്. അത് നന്നായി. എന്നാൽ ഈ കള്ള പരാതിയുമായിട്ട് ഈ ഒരു വ്യവഹാരി, ഒരു എന്താ പറയുക, സാധാരണ നമ്മൾ പറയുന്നില്ലേ, ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു വ്യവഹാരി, ഞാൻ പിന്നെ അതിന് വേറെ വിശേഷണമൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു വ്യവഹാരി ഈ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോയി നല്ലതുപോലെ കാര്യങ്ങൾ തിരിച്ച് വ്യക്തത വരുത്തി കോടതി വിധിയും വന്നപ്പോൾ അദ്ദേഹം ന്യായമായി ചെയ്യേണ്ട ഒരു കാര്യം, മുമ്പേ അദ്ദേഹം പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ ഈ പറയുന്നതെല്ലാം തെറ്റാണെങ്കിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നത് എന്തേ അദ്ദേഹം നടപ്പിലാക്കുന്നില്ല? അപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ കുഴൽനാടനെ പറ്റി പറയുന്നത്. അദ്ദേഹം വലിയ കേസിൽപ്പെട്ട് നിൽക്കുകയാണ്. ഭൂമി കയ്യേറ്റവുമായിട്ട് ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മേലെ അതിശക്തിയായ ഗവൺമെൻറ് നടപടിയുമായി നിൽക്കുകയാണ്. അതിനെ വെള്ളപൂശുന്ന കാര്യത്തിൽ ഈ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ അപ്രധാനമായിട്ടുള്ളതോ ഒന്നൊന്നിനും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറില്ല. എന്നാൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഓരോ പത്രസമ്മേളനത്തിലെയും ആർഗ്യുമെൻ്റ് എന്തോ വലിയ ആർഗ്യുമെൻ്റാണെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ശുദ്ധ അസംബന്ധമാണെന്ന് കൃത്യമായിട്ട് വ്യക്തത വന്നിട്ട് നിങ്ങൾക്ക് എന്തേ അതിനോട് പ്രതികരിക്കാനാവുന്നില്ല? അദ്ദേഹം തന്നെ മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ മാപ്പ് പറയാൻ തയ്യാറാവുന്നില്ല എന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്ന ഒന്നാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ മാപ്പ് പറയണം എന്ന ഒരു ഡിമാൻഡ് വെക്കുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാപ്പല്ല അതിൻ്റെ പ്രതിവിധി എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ 1-2 ഘട്ടങ്ങളിലായി ഈ കേസ് നൽകുന്ന സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ഇതിന് തയ്യാറാണ്, മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ കുഴൽനാടൻ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല എന്ന കാര്യമാണ് ജനങ്ങൾ അന്വേഷിക്കുന്നത്. അതിന് മറുപടി പറയാൻ കുഴൽനാടന് ബാധ്യതയുണ്ട്. കുഴൽനാടൻ ബാധ്യതയുള്ള കാര്യങ്ങളല്ല സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അതിനെ എങ്ങനെയാണ് മറയിടുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം എല്ലാ കാര്യം. ഇതൊന്നും കുറേ കാലം തുടരുന്നതല്ല. ഇന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻറ്റൻസ് അവർ ഗാന്ധിയുടെ സത്യം എന്നാൽ എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് അവരെടുത്ത് ചേർത്തിട്ടുണ്ട്. ആ ചേർത്തത് വളരെ പ്രസക്തമായ ഒന്നാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കമ്മ്യൂണിസ്റ്റുകാരെ ഓരോരുത്തർക്കും ബാധകമായിട്ടുള്ള ഒന്നായിട്ട് ഞാൻ കാണുകയാണ്. കാലപ്രവാഹത്താൽ മറ്റെല്ലാം ഒലിച്ചു പോയാലും സത്യം തനിച്ച് നിവർന്നു നിൽക്കും എന്നാണ്. അത് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിന് നേതൃത്വം നൽകുന്ന സഖാവ് പിണറായി വിജയനെ സംബന്ധിച്ചും എല്ലാം ബാധകമായിട്ടുള്ള ഒരു കാര്യം മുമ്പേ
മഹാത്മാഗാന്ധി പറഞ്ഞു വെച്ചിരിക്കുന്നു സത്യവുമായിട്ട് ബന്ധപ്പെട്ട്. കുളനാടനെല്ലാം മഹാത്മാഗാന്ധിയൊക്കെ ഇടയ്ക്ക് ഉദ്ധരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഈ സത്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയെന്നും ഇനി ഞാൻ അടുത്ത കോടതിയിലേക്ക് പോകുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു കഴമ്പുമില്ല, ഉള്ളി തോളി ഒളിച്ച പോലെയാണ്. ഒന്നും തന്നെ ഇതിൻ്റെ ഉള്ളിൽ കാമ്പായിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു പുകമറ സൃഷ്ടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ, അവരുടെ കുടുംബത്തെ ആക്രമിക്കാനുള്ള ആയുധമായിട്ടാണ് നിങ്ങളിത് ഓരോന്നും ഉപയോഗിച്ചിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുന്നു എന്ന് വരുമ്പോൾ നിങ്ങൾ വളരെ സത്യസന്ധമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നത് അവർക്ക് ശരിക്കും മനസ്സിലാവും. ആർക്ക്? ജനങ്ങൾ. നിങ്ങൾ ഏകപക്ഷീയമായി, പക്ഷപാതപരമായി, ഞാൻ സാധാരണ പറയുന്ന പോലെ വർഗപരമായി നിലപാട് സ്വീകരിക്കുന്നത് തുറന്നു കാണിക്കപ്പെടുകയാണ്. ഇങ്ങനെ കുറേ കാലം തുടർന്നാൽ നിങ്ങളെ തന്നെ ശരിയായ രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും, നന്നായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിനപ്പുറം കാണാനും ഒരു ശീലം കേരളീയർ നേടിയതുകൊണ്ടാണ് നിങ്ങളുടെ ഈ കള്ളപ്രചരണത്തിലൊന്നും അവിടെ ആശയങ്ങളെ രൂപപ്പെടുത്താൻ നിങ്ങൾക്കാവാത്തത്. അത് ഓരോ ഘട്ടത്തിലും മനസ്സിലായിട്ടുള്ളതാണ്. ഇത് ഒന്നുകൂടി നിങ്ങളുടെ ഈ കള്ളത്തരം, നിങ്ങളുടെ ഈ പൊള്ളത്തരം, നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗപരമായ ഈ ഉള്ളടക്കം ജനങ്ങൾക്ക് മനസ്സിലാവാൻ കുറേയും കൂടി സൗകര്യം കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്താണ് അടുത്ത വഴി എന്ന് അന്വേഷിക്കണമല്ലോ. ആ വഴി അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പത്രത്തിന് എന്താ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഗൗരവമുള്ളത്? അപ്പോൾ ഉടനെ കണ്ടെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര. മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കണം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത്? മുഖ്യമന്ത്രിക്ക് സ്വകാര്യ യാത്ര രാജ്യത്തിൻ്റെ വെളിയിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങണം. പാർട്ടി എന്നാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി മെമ്പർമാർ വിദേശത്തേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സമ്മതം വാങ്ങണം. ഇത് രണ്ടും വാങ്ങിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതൊരു വലിയ വാർത്തയാക്കി, അതെന്തോ ഇന്നേ വരെ സംഭവിക്കാതെ പുതിയ ഒരു കാര്യമാക്കി അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക. ആ ചർച്ചയ്ക്ക് പിന്നിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ: രാഷ്ട്രീയ വിരോധം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധത. ആ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ് നിങ്ങളിത് വൈകുന്നേരത്തെ ചർച്ചയിലെ പ്രധാനപ്പെട്ട അജണ്ടയാക്കി മാറ്റിയത്.